സ്നേഹസൗഹൃദങ്ങളെ ഒരു നിമിഷം. രാപകലുകളുടെ മാറിമറിയലുകൾ തിരിച്ചറിയാനോ, ആഹാരമോ ദാഹജലമോ വേണമെന്നു പറയാനോ, സ്വശരീരത്തിലെ മാലിന്യങ്ങൾ പോലും വേണ്ടതുപോലെ നീക്കം ചെയ്യുവാനോ കഴിയാത്തവരുടെയും കാഴ്ചയും കേൾവിയും സംസാരവും അന്യമായവരുടെയും ലോകം. അതെ, നമ്മെപ്പോലൊരു കുട്ടിക്കാലവും കളിക്കൊഞ്ചലും മാതാപിതാക്കളുടെ സ്നേഹവലയം തീർക്കലും ഇവർക്കും കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവനും ഇവരെ ഓർത്ത് കണ്ണീരൊഴുക്കിയ ആ പാവം മാതാപിതാക്കൾ അന്നേറ്റവുമധികം ആശങ്കപ്പെട്ടതെന്താണോ അതത്രേ ഇന്ന് നാം ഈ കാണുന്ന കാഴ്ചകൾ. അന്നൊക്കെ പിടിവാശി കാട്ടി പിണങ്ങിപ്പോയാലും പുറകെ നടന്ന് ചോറുവാരി കൊടുക്കാനും കുളിപ്പിച്ചൊരുക്കി വൃത്തിയാക്കി നടത്താനും പിന്നീടവരുടെ മാതാപിതാക്കളുണ്ടായില്ല. അതവരെ കൊണ്ടെത്തിച്ചതെവിടെയാണ് എന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇതൊക്കെയും ആർക്കും എപ്പോഴും വരാവുന്നതാണല്ലോ എന്ന ചിന്തയെങ്കിലും ഇത് കാണുന്നവരിൽ ഉണ്ടായാൽ മതിയായിരുന്നു. അവഗണനകൾ പോലും തിരിച്ചറിയാനാകാതെ സാമൂഹിക പുറംപോക്കുകളിൽ ലയിച്ചു ചേർന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ട നിരാലംബ ജീവിതങ്ങൾ, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർ, ജീവൻ മാത്രം ബാക്കിയാകുന്ന കോമാ സ്റ്റേജിന്റെ തീവ്രത തിന്നു കഴിയുന്നവർ, മനസ്സിന്റെ താളം പിഴച്ച് തെരുവിലലയുന്ന സ്ത്രീ പുരുഷന്മാർ, അത്തരക്കാർ ജന്മം നൽകിയതുകൊണ്ടു മാത്രം ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും അറിയാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടുപോയ പാവം നിഷ്കളങ്ക ബാല്യങ്ങൾ, വിവിധ തരം ശാരീരിക മാനസിക വൈകല്യബാധിതർ, ആക്സിഡന്റുകളിലൂടെയും സ്ട്രോക്ക് ബാധിച്ചും മറ്റും തളർന്നു കിടപ്പിലായവർ, ഏവരെയും ഭയപ്പെടുത്തുന്ന HIV ലെപ്രസി ബാധിതർ, ഏവരാലും മാറ്റി നിർത്തപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങി എത്രയെത്ര ഹതഭാഗ്യ ജീവിതങ്ങൾ. ഇത്തരത്തിലുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടായിരുന്നെങ്കിലോ ഒന്നാലോചിക്കാനെങ്കിലും നമ്മെക്കൊണ്ടാകുമോ? അവരുടെ അനാഥത്വത്തിന്റെ കാലം എത്ര ഭയാനകം. പെൺമക്കളോ സ്ത്രീകളോ ആണെങ്കിൽ പറയുകയും വേണ്ടല്ലോ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവർ എന്ന നിലയിൽ എഴുതിത്തള്ളിയ ഇത്തരം ഹതഭാഗ്യ ജീവിതങ്ങളെ വിധികളോട് പൊരുതി സ്വന്തമായി എഴുന്നേറ്റു നിൽക്കാനും പിടിക്കാതെ നടക്കാനും ആവശ്യങ്ങൾ പറയാനും പൊതുസമൂഹത്തിനോടൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിക്കാനും പ്രാപ്തമാക്കാൻ വേണ്ട സർവ്വതും ഒരിടത്തു തന്നെ ഒരുമിച്ച് ലഭ്യമാകുന്ന മാനവികതയുടെ ഒരു പ്രകൃതി ഗ്രാമം അഥവാ ചാരിറ്റി വില്ലേജ് 2030 സാധ്യമാക്കാൻ ആഗ്രഹിക്കുന്ന മാനവികതയുടെ മകുടോദാഹരണമായി മാറുമെന്നുറപ്പുള്ള ആ ദീർഘദർശനത്തിന്റെ ഒന്നാം ഘട്ടമാണ് ഈ മണ്ണിലൂടെ ഇന്ന് ലോകം കാണുന്നത്. ഇന്നേക്ക് ഏകദേശം ഒരു പതിറ്റാണ്ടപ്പുറം ഇത്തരം അനാഥ മക്കളെ അടുത്തറിയാനും അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മനസ്സുകാട്ടിയ മലയാളക്കരയിലെ ഏതാനും സുമനസ്സുകളുടെ യാദൃച്ഛികമായ ഒരൊത്തുചേരൽ. അതത്രേ ഇന്ന് ജാതിമത ഭേദമന്യേ സമൂഹത്തിനാകമാനം സുപരിചിതമായി മാറിയ ജീവകാരുണ്യ മേഖലയിൽ സമാനതകളില്ലാത്ത ഒരധ്യായം തന്നെ തുന്നിച്ചേർത്തു കഴിഞ്ഞ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കേന്ദ്രമായ ചാരിറ്റി വില്ലേജ് എന്ന ബൃഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. പിന്നിട്ട ഒരു പതിറ്റാണ്ട് കാലം മനുഷ്യസ്നേഹികളായ ആയിരങ്ങൾ മനം തുറന്നു നൽകിയ പിന്തുണയും പ്രാർത്ഥനയും
അവർക്ക് ശക്തിയും കരുത്തും പകർന്നപ്പോൾ ഉരുത്തിരിഞ്ഞ ആലോചനകളാണ് ഇന്ന് അനിവാര്യമായ ഒരു സാധൂകരണം തേടി അവരുടെ പ്രസ്ഥാനത്തിന്റെ മുമ്പിലുള്ളത്. രക്ഷിതാവായ നാഥന്റെ കൃപാകടാക്ഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ സേവനപാതയിലെ ഒരു കണ്ണിയായി മാറാൻ താങ്കളും ഉണ്ടാകുമല്ലോ. അതിനായി അങ്ങയെയും കുടുംബത്തെയും സാദരം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായും വരുമല്ലോ ഒരിക്കലെങ്കിലും ഈ ചാരിറ്റി വില്ലേജിൽ. കുടുംബസമേതമുള്ള ആ വരവ് താങ്കളുടെ ജീവിതത്തിന് കൃത്യമായൊരു ദിശാബോധം നൽകുന്നതാകും തീർച്ച. നാഥൻ അനുഗ്രഹിക്കട്ടെ.